Hello dears, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ട് കുട്ടികൾക്ക് കുറുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. നമ്മൾ ഓട്സ് കൊണ്ട് ഇതിന് മുൻപ് തന്നെ 4 തരം കുറുക്കുകൾ ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. മാത്രമല്ല ഓട്സിനെ കുറിച്ച് തന്നെ ആ ഗ്രെയിനിനെ കുറിച്ചും അതെങ്ങനെയാണ് ന്യൂട്രീഷ്യസ് ആവുന്നത്, അത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രെയിൻ ആണോ അതോ വെയിറ്റ് ലോസ് ഉണ്ടാക്കുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഓട്സിനെ കുറിച്ച് വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്സ് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അപ്പോൾ പലരും സ്റ്റീൽ കട്ട് ഓട്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീൽ കട്ട് ഓട്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ കുറുക്കുണ്ടാക്കുന്നത് എന്നൊക്കെയുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റീൽ കട്ട് ഓട്സ് ഈ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച എല്ലാ റെസിപ്പീസും ഉണ്ടാക്കാവുന്നതാണ്. മാത്രമല്ല മറ്റ് വേരിയേഷൻസും നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. അത് എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. എന്നാൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ട്രൂ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. സ്റ്റീൽ കട്ട് ഓട്സ് എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീസ്റ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഓട്സ് ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ലീസ്റ്റ് പ്രോസസ്ഡ് ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങുന്നത്. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സ് പോലെ അല്ല ഇരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണെന്നുള്ളതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് കുറേ റെസിപ്പീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഉപയോഗിച്ച നുറുക്ക് ഗോതമ്പും ഇതുപോലെയാണ് ഇരുന്നത് അല്ലേ. പക്ഷേ ചില സ്ഥലങ്ങളിൽ നുറുക്ക് ഗോതമ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ചില ബ്രാൻഡുകളുടെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഫൈൻ തരികളായിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിച്ചത് ഏതാണ്ട് ഈ ഒരു ടെക്സ്ചറിലുള്ള നുറുക്ക് ഗോതമ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്ത പോലെ തന്നെയാണ് നുറുക്ക് ഗോതമ്പ് നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സ്റ്റീൽ കട്ട് ഓട്സും ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് മിക്സിയിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന വളരെ ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിക്കുന്നില്ല. നിങ്ങളിപ്പം 6 മാസത്തിലൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 6 തൊട്ട് ഒരു 8-9 മാസം വരെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ തന്നെ കുറുക്കുണ്ടാക്കി കൊടുക്കാം. അല്ല നമ്മൾ നേരത്തെ കാണിച്ച ഓട്സ് റെസിപ്പീസിലാണെങ്കിലും നന്നായിട്ട് ഫൈൻ പൗഡറാക്കി പൊടിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ 8-9 മാസം തൊട്ട് തന്നെ നമ്മൾ സ്ഥിരം എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫുഡ്സ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫൈൻ പൗഡറാക്കി പൊടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി. അതായത് അല്പം തരികളോടുകൂടി തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ എന്താ കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളിന്ന് കുറുക്കുണ്ടാക്കാനായിട്ട് 2 വലിയ സ്പൂൺ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏതാണ്ട് ഒരു 200 ml വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമുക്കൊരു 8-9 മാസം തൊട്ട് തന്നെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേ റെസിപ്പി തന്നെ പശുവിൻ പാലിൽ ഉണ്ടാക്കി കൊടുക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എൻറ്റയർ വെള്ളത്തിന് പകരം വേണമെങ്കിൽ പശുവിൻ പാൽ ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പകുതി വെള്ളവും പകുതി പാലും ഉപയോഗിച്ചും ചെയ്യാം. ഞാൻ എപ്പോഴും പകുതി പാല് പകുതി വെള്ളം ആ ഒരു റേഷ്യോയിലാണ് എടുത്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ 1 വയസ്സ് വരെ ഒരിക്കലും പശുവിൻ പാലിൽ ഉണ്ടാക്കാതിരിക്കുക. ഇളക്കി കൊടുക്കുക. അടി പിടിക്കാനായിട്ട് പാടില്ല. ഇത് നന്നായിട്ട് നമ്മൾ സാധാരണ ഇൻസ്റ്റൻറ്റ് ഓട്സ് തയ്യാറാക്കുന്നതിനേക്കാളും ഇത് കുക്കായി വരാനായിട്ട് നമ്മൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരല്പം കൂടി സമയം എടുക്കാറുണ്ട്. മാത്രമല്ല വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചിലപ്പോൾ കൂടുതൽ എടുക്കാറുണ്ട്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പം ഏതാണ്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത് വെന്തിട്ടില്ല, പക്ഷേ കുറുകി തുടങ്ങി.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് വേവിച്ചെടുക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുമുണ്ട്, അതുപോലെ തന്നെ വെന്തിട്ടുമുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മധുരത്തിനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വൈറ്റ് ഷുഗർ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അല്പം കരിപ്പെട്ടി അലിയിച്ച് അരിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പനങ്കർക്കണ്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത 4 റെസിപ്പീസും ഇതുപോലെ സ്റ്റീൽ കട്ട് ഓട്സ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പാൽ ഉപയോഗിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നു, നന്നായിട്ട് അതുപോലെ തന്നെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇനി അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരല്പം ഏലക്ക പൊടിച്ചതാണ്. ഇത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു ഫ്ലേവർ വരാൻ വേണ്ടി ചേർക്കുകയാണ്. ഇത് ചേർക്കാതെ നമുക്ക് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിത് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള സ്റ്റീൽ കട്ട് ഓട്സ് കുറുക്ക് തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ട് നേരത്തെ കാണിച്ച റെസിപ്പീസും ചെയ്യാവുന്നതാണ്. ആ റെസിപ്പീസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.